ആകാശവാണി. ജില്ലാ വൃത്താന്തം. ഇന്ന് പത്തനംതിട്ട ജില്ല. ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ. വന്യമൃഗശല്യം ഏറിവരുന്ന പത്തനംതിട്ട ജില്ലയിലെ വനാതിർത്തികളിൽ സോളാർ വേലി സ്ഥാപിക്കുന്നതിനൊപ്പം പരിപാലനവും ഉറപ്പാക്കണമെന്ന് കോന്നി MLA KU ജനീഷ് കുമാറും മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കുന്നതിന് ശാസ്ത്രീയ പദ്ധതി തയ്യാറാക്കിയും വെള്ളം, ഭക്ഷണം, ആവാസവ്യവസ്ഥ എന്നിവ തേടിയെത്തുന്ന വന്യമൃഗങ്ങൾക്ക് വനത്തിനുള്ളിൽ അവയുടെ ലഭ്യത വർദ്ധിപ്പിക്കണമെന്ന് റാന്നി MLA പ്രമോദ് നാരായണനും പറഞ്ഞു. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിന് നിർദ്ദേശം നൽകുന്നതിനും പുരോഗതി വിലയിരുത്തുന്നതിനുമായി പത്തനംതിട്ട ജില്ലാ കളക്ടറുടെ ചേംബറിൽ ചേർന്ന ജില്ലാതല നിയന്ത്രണ സമിതി യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു MLA-മാർ. യോഗത്തിൽ ജില്ലാ കളക്ടർ S. പ്രേംകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. വന്യമൃഗങ്ങളുടെ ആക്രമണം തടയുന്നതിന് പ്രായോഗികവും ഫലപ്രദവുമായ മാർഗങ്ങൾ ഏകോപനത്തോടെ സ്വീകരിക്കാൻ വനം വകുപ്പ് മേധാവികൾക്ക് ജില്ലാ കളക്ടർ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. പ്രസിദ്ധമായ ആറന്മുള വള്ളസദ്യ വഴിപാടുകൾക്ക് ഈ മാസം 13-ന് തുടക്കമാകും. ഒക്ടോബർ 2 വരെ നീണ്ടുനിൽക്കുന്ന വള്ളസദ്യക്കാലത്തിനായി ഇതിനോടകം 400-ലധികം വള്ളസദ്യകളാണ് ബുക്ക് ചെയ്തിട്ടുള്ളത്. 44 വിഭവങ്ങൾ ഇലയിൽ വിളമ്പുകയും 20 വിഭവങ്ങൾ വള്ളക്കാർ പാടിച്ചോദിക്കുന്ന മുറയ്ക്ക് വഴിപാടുകാരൻ ഇലയിൽ വിളമ്പുകയും ചെയ്യുന്നതാണ് ആറന്മുള വള്ളസദ്യ. ക്ഷേത്രത്തിനുള്ളിലും പരിസരത്തുമായി 15 സദ്യാലയങ്ങളിലാണ് വള്ളസദ്യ നടക്കുക. തിരുവോണത്തോണി വരവ് സെപ്റ്റംബർ 5-നും ഉത്രട്ടാതി ജലമേള 9-നും അഷ്ടമിരോഹിണി വള്ളസദ്യ സെപ്റ്റംബർ 14-നും നടക്കും. KSRTC ടൂറിസം സെൽ നടത്തുന്ന പഞ്ചപാണ്ഡവ ക്ഷേത്രയാത്ര വഴിയും വള്ളസദ്യയിൽ പങ്കെടുക്കാവുന്നതാണ്. ഭക്തർ ചെങ്ങന്നൂർ, തൃച്ചിയാറ്റ്, തൃക്കൊടിത്താനം, തിരുവൻവണ്ടൂർ, തൃപ്പുലിയൂർ ക്ഷേത്രങ്ങൾ സന്ദർശിച്ച് ആറന്മുളയിൽ എത്തി വള്ളസദ്യയും കഴിച്ച് മടങ്ങും വിധമാണ് പഞ്ചപാണ്ഡവ ക്ഷേത്രയാത്ര ക്രമീകരിച്ചിട്ടുള്ളത്. പാറശാല മുതൽ കാസർഗോഡ് വരെയുള്ള KSRTC ഡിപ്പോകളിൽ നിന്ന് ദിവസം 4 മുതൽ 8 ട്രിപ്പുകൾ വരെയുണ്ടാകും. ഇത്തരത്തിൽ 120 പേർക്ക് സദ്യയിൽ പങ്കെടുക്കാനാകും. കൂടാതെ ഭക്തജനങ്ങൾക്ക് പള്ളിയോട സേവാ സംഘം വഴി മുൻകൂട്ടി പേര് രജിസ്റ്റർ ചെയ്ത് പണമടച്ചും വള്ളസദ്യയിൽ പങ്കെടുക്കാം. ശബരിമല ക്ഷേത്രത്തിന്റെ പേരിൽ അനധികൃത പണപ്പിരിവ് നടത്തുന്നതായി ശ്രദ്ധയിൽപ്പെട്ട സംഭവത്തിൽ നടപടിയുമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. ഇതിന്റെ ഭാഗമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പബ്ലിക് റിലേഷൻ ഓഫീസർ GS അരുണിനെ ശബരിമല സ്പോൺസർഷിപ്പ് കോർഡിനേറ്ററായും ദേവസ്വം ബോർഡിന്റെ ഔദ്യോഗിക ഫോട്ടോഗ്രാഫർ P. വിജയകുമാറിനെ അസിസ്റ്റന്റ് സ്പോൺസർഷിപ്പ് കോർഡിനേറ്ററായും നിയമിച്ചിട്ടുണ്ട്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് ശബരിമല കോർഡിനേറ്റർ എന്ന വ്യാജേന അനധികൃത പണപ്പിരിവ് നടത്തിയത് ശ്രദ്ധയിൽപ്പെട്ടതിനാലാണ് ബോർഡിന്റെ നടപടി. ശബരിമലയിലേക്കുള്ള സ്പോൺസർഷിപ്പ് സംഭാവനകൾ ശബരിമല സ്പോൺസർഷിപ്പ് കോർഡിനേറ്റർമാർ വഴിയോ ശബരിമല സന്നിധാനത്തെ എക്സിക്യൂട്ടീവ് ഓഫീസിലോ തിരുവനന്തപുരത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആസ്ഥാനത്തോ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴിയോ സംഭാവനകൾ നൽകാം. ജില്ലയിലെ ആനപ്രേമികൾക്ക് പ്രിയങ്കരരായിരുന്ന കോന്നി ആനത്താവളത്തിലെ 5 വയസ്സുകാരൻ കൊച്ചയ്യപ്പൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ഓമല്ലൂർ ശ്രീ രക്തകണ്ഠസ്വാമി ക്ഷേത്രത്തിലെ ആന ഗജരാജൻ, ഓമല്ലൂർ മണികണ്ഠൻ എന്നീ ആനകൾ ചരിഞ്ഞത് ആനപ്രേമികളെയും ഭക്തരെയും ദുഃഖത്തിലാക്കി. 2021-ൽ കോന്നി ആങ്ങമൂഴി വനമേഖലയിൽ കൂട്ടം തെറ്റി ഒറ്റപ്പെട്ട കുട്ടിയാനയെ വനം വകുപ്പിന് ലഭിക്കുകയായിരുന്നു. അങ്ങനെയാണ് കൊച്ചയ്യപ്പൻ കോന്നി ആനക്കൂട്ടിലെത്തിയത്. ബീഹാറിലെ പ്രശസ്തമായ സോൻപൂർ മേളയിൽ നിന്നാണ് മണികണ്ഠൻ കേരളത്തിലെത്തുന്നത്. ചലച്ചിത്ര താരം KR വിജയ ശബരിമല ക്ഷേത്രത്തിൽ നടക്കിരുത്തിയ ആനയായിരുന്നു ഗജരാജപ്പട്ടം ലഭിച്ച മണികണ്ഠൻ. മൃഗസംരക്ഷണ മേഖലയിൽ കർഷകർക്ക് ആശ്വാസവുമായി മൃഗസംരക്ഷണ വകുപ്പിന്റെ മൊബൈൽ സർജറി യൂണിറ്റ് പത്തനംതിട്ട ജില്ലയിൽ പ്രവർത്തനം ആരംഭിച്ചു. ജില്ലാ വെറ്റിനറി കേന്ദ്രത്തിൽ രാവിലെ 10 മുതൽ വൈകുന്നേരം 5 വരെയാണ് പ്രവർത്തനം. പത്തനംതിട്ട, പുല്ലാട്, റാന്നി, തിരുവല്ല, കോന്നി എന്നീ ജില്ലയിലെ 6 ആങ്കറിംഗ് സ്റ്റേഷനുകളിലും ഉടൻ മൊബൈൽ സർജറി യൂണിറ്റ് പ്രവർത്തനം ആരംഭിക്കും. പശു, എരുമ, ആട്, നായ, പൂച്ച, പന്നി തുടങ്ങിയവയ്ക്ക് മുൻകൂട്ടി നിശ്ചയിച്ച ശസ്ത്രക്രിയകൾ അതത് ആങ്കറിംഗ് സ്റ്റേഷനുകളിൽ നടക്കും. ജില്ലാ വൃത്താന്തം സമാപിച്ചു.